Dear students, we continue our discussion on nuclear transformations. In this particular video, I will be discussing the radioactivity, half-life of a radioactive nucleus, radioactive series, etc. ഒരു radioactive sample activity എന്ന് പറയുന്നത് it is the rate at which the nuclei of its constituent atoms decay. അതായത് ഒരു നിശ്ചിത സമയത്ത് n number of റേഡിയോ ന്യൂക്ലിയസ് ഉള്ള ഒരു സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dn/dt. dn/dt എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഇൻ ദ സാമ്പിൾ അല്ലേ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് 100 ആറ്റോമിക് ന്യൂക്ലിയർ ഉള്ള ഒരു സാമ്പിളാണെന്ന് വിചാരിക്കുക, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സാമ്പിൾ. അപ്പോൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഈ സാമ്പിൾ ഡീകേ ചെയ്തുകൊണ്ടിരിക്കും. ഈ സാമ്പിളിൽ 100 റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഉള്ളതിൽ ചിലതൊക്കെ ഡീകേ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ DT ടൈം ഇൻ്റർവെല്ലിൽ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ DN നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഡീകേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് dn/dt മൈനസ് dn/dt ആയിരിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 10 ആറ്റോമിക് ന്യൂക്ലിയർ വീതം ഡീകേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി എന്ത് വരും? 10 DKs/s വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ. മൈനസ് സൈൻ എന്തിനാ? ആക്ടിവിറ്റി R എന്നുള്ളതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. ബിക്കോസ് DN എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ നമ്പർ ഓഫ് ആറ്റോമിക് ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DN എന്നുള്ളത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ആ നെഗറ്റീവായിട്ടുള്ള ക്വാണ്ടിറ്റിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ എക്സ്ട്രാ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആക്ടിവിറ്റി എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 1 DK/s എന്ന് എഴുതാം. അതിന് 1 becquerel എന്നും പറയാം. പക്ഷേ ഈ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞത് ഒരു ബിഗ് നമ്പർ ആയിരിക്കും. 1 or 2 ആയിരിക്കില്ല. ഇൻ ദ ഓർഡർ ഓഫ് 10⁻10 ഒക്കെ ആയിരിക്കും. അപ്പം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് ക്യൂറി എന്നുള്ള യൂണിറ്റ്. 1 curie എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ദ ആക്ടിവിറ്റി ഓഫ് 1 gram ഓഫ് റേഡിയം. 1 gram റേഡിയത്തിൻ്റെ ആക്ടിവിറ്റിക്ക് ഇക്വലൻ്റ് ആണ് 1 curie എന്നുള്ളത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പം 1 curie ഏകദേശം വരുന്നത് 3.7 × 10⁻10 DKs/s ആണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ 37 GBecquerel എന്നും വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി ഹാഫ് ലൈഫ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്ലോട്ടിൽ ഒരു സാമ്പിൾ റേഡിയോ ആക്റ്റീവ് സാമ്പിളിൻ്റെ ആക്ടിവിറ്റി ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ ഉള്ളത്. എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഫോം എഴുതുകയാണെങ്കിൽ e⁻⁻ ഒരു കോൺസ്റ്റൻറ്റ് ടൈംസ് ടൈം എന്നുള്ള ഒരു ഫോമിലാണ് വരുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ എടുക്കുന്ന സമയത്ത് സപ്പോസ് 100 റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ആണ് ടൈം 0 ആവുന്ന സമയത്ത് ഉള്ളതെങ്കിൽ അത് 50 ന്യൂക്ലിയർ ആവാൻ വേണ്ട സമയമാണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതേ ടൈം ആയിരിക്കും 50 ന്യൂക്ലിയർ 25 റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ആവാനും 25 ഉള്ളത് 12.5 ആറ്റോമിക് ന്യൂക്ലിയർ ആവാൻ വേണ്ട സമയവും സെയിം ആയിരിക്കും. അപ്പോൾ ഹാഫ് ലൈഫ് എന്നുള്ളത് തുടക്കത്തിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ നേർപകുതി ആവാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഹാഫ് ലൈഫ് എന്നുള്ളത്. അല്ലെങ്കിൽ ആക്ടിവിറ്റി തുടക്കത്തിലുള്ള ആക്ടിവിറ്റി അതിൻ്റെ നേർപകുതി ആവാൻ വേണ്ട ടൈമാണ് ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫിനെ സൂചിപ്പിക്കുന്നത് T½ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ഓക്കെ, ഇനി മീൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിളിലുള്ള എല്ലാ ആറ്റമിക് ന്യൂക്ലിയറുടെയും ലൈഫ് ടൈം എടുത്തിട്ട് ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുന്നതാണ് മീൻ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പിളിൽ 100 റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഉണ്ടെന്ന് വയ്ക്കാം അല്ലേ. അപ്പോൾ ഓരോ ആറ്റവും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഡീകേ ചെയ്തു പോകും അല്ലേ. അപ്പോൾ അതിനൊരു ലൈഫ് ടൈം ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ ടൈം മുതൽ ഡീകേ ചെയ്യുന്നത് വരെയാണ് അതിൻ്റെ ലൈഫ് ടൈം. ഓക്കെ, അങ്ങനെ ഓരോ ആറ്റത്തിനും
ഒരു പെർട്ടിക്കുലർ ലൈഫ് ടൈം ഉണ്ട്. അത് കംപ്ലീറ്റ്ലി റാൻഡം ആയിട്ടാണ് ഡീകേ പ്രോസസ്സ് നടക്കുന്നത്. ഈ ലൈഫ് ടൈം, ഈ ടൈമെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് അതിൻ്റെ മീൻ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി സംബന്ധിച്ചൊരു ലോ ഉണ്ട്. അതാണ് ആക്ടിവിറ്റി ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഗ്രാഫിൽ നിന്ന് ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിൻ്റെ ആക്ടിവിറ്റി എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഫോമാണിത്. R=R0, അതായത് R0 എന്ന് പറഞ്ഞാൽ അറ്റ് ടൈം t=0 ആവുന്ന സമയത്തുള്ള ആക്ടിവിറ്റിയാണ് R0. R0 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് ലാംഡ ടി. അപ്പോൾ ഇതാണ് ഈ എക്സ്പൊണൻഷ്യൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ടിവിറ്റി എക്സ്പൊണൻഷ്യൽ ഡിക്രീസ് എന്ന് പറയാൻ കാര്യം ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഫോം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഫങ്ഷണൽ ഫോം ഉള്ളതുകൊണ്ട്, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷണൽ ഫോം ഉള്ളതുകൊണ്ടാണ്. ഇനി ഇവിടെ ഉള്ളത് ലാംഡ എന്നുള്ളതിന് ഡികെ കോൺസ്റ്റൻറ്റ് എന്ന് പറയും, ടി എന്നുള്ളത് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഹാഫ് ലൈഫിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഹാഫ് ലൈഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി അതിൻ്റെ പകുതി ആവാൻ വേണ്ട സമയമാണ്. അപ്പോൾ തുടക്കത്തിലുള്ള ആക്ടിവിറ്റി R0 ആണ്. ഈ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് R0 e⁻ ലാംഡ ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി ആദ്യമുള്ളതിൻ്റെ പകുതി ആവാൻ വേണ്ട സമയം. ഓക്കെ, ആദ്യമുള്ളതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആദ്യമുള്ളത് R0 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ആവാൻ വേണ്ട സമയം എന്ന് പറയുമ്പോൾ R പകരം R0/2 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു R0 e⁻ ലാംഡ. അതെടുക്കുന്ന സമയമാണ് ടി ഹാഫ് ലൈഫ്, അതിന് ടി ഹാഫ് എന്ന് കൊടുത്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? R0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി e⁻ ലാംഡ ടി ഹാഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ e+ ലാംഡ ടി ഹാഫ് ആയി. ഈ 1/2 എന്നുള്ളതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 ആയി. ഓക്കെ, ഇനി എന്താ ചെയ്യുക? രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുക. ലോഗരിതം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ്പൊണൻഷ്യലിൻ്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പൊണൻ്റ് കിട്ടും, ലാംഡ ടി ഹാഫ്. ഇവിടെ ln(2) വരും. ഇത് നാച്ചുറൽ ലോഗരിതമാണ് എടുക്കുന്നത്. അപ്പോൾ അതിന്ന് നമുക്ക് ടി ഹാഫ് എന്നുള്ളത് ln2/ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ ഡികെ കോൺസ്റ്റൻ്റ് ആണ്. ln2യുടെ വാല്യൂ 0.693 ആണ്. ഓക്കെ, അപ്പോൾ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 0.693/ലാംഡ, വേർ ലാംഡ ഇസ് ദ ഡികെ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ ടി ഹാഫ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡികെ കോൺസ്റ്റൻറ്റ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈഡ് ഹൂസ് ഹാഫ് ലൈഫ് ഈസ് 5 hours. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 5 hours ആണ്. അത് വെച്ചിട്ട് ഡികെ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഡികെ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എഴുതാം 0.693/ടി ഹാഫ്. അപ്പോൾ 5 hours ആണ് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റണം. 1 hour എന്ന് പറഞ്ഞാൽ 3600 seconds ആണ്. അപ്പോൾ അതിനെ മാറ്റി. അപ്പോൾ ബാക്കിയുള്ളത് 0.693/5 × 3600 അല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ 3.85 × 10⁻⁵ സെക്കൻഡ് ഇൻവേഴ്സ്. ഇതാണ് ഈ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിൻ്റെ ഡികെ കോൺസ്റ്റൻറ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഡികെ കോൺസ്റ്റൻറ്റ് കൂടുന്തോറും ആ ന്യൂക്ലിയസിന് ഡികെ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലാർജർ ദ ഡികെ കോൺസ്റ്റൻറ്റ്, ഗ്രേറ്റർ ദ ചാൻസ് എ ഗിവൺ ന്യൂക്ലിയസ് വിൽ ഡികെ ഇൻ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഡികെ കോൺസ്റ്റൻറ്റ് കൂടുന്തോറും ഒരു പെർട്ടിക്കുലർ ആറ്റമിക് ന്യൂക്ലിയസ് ഡികെ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ആക്ടിവിറ്റി ലോ, അതായത് R=R0 e⁻ ലാംഡ ടി എന്നുള്ള ആക്ടിവിറ്റി ലോ വേറൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഡെറിവേഷനാണ്. വേറൊരു ഫോമിൽ എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ഇൻ ദ സാമ്പിൾ, അതിൻ്റെ ടേംസിൽ ആക്ടിവിറ്റി ലോ എഴുതുന്ന ഒരു ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇഫ് എ സാമ്പിൾ കണ്ടെയ്ൻ n അൺഡീക്കേഡ് ന്യൂക്ലിയ, ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയിൽ n അൺഡീക്കേഡ് ന്യൂക്ലിയ ഉണ്ട് നിൽക്കാം. ഓക്കെ, അതായത് ഡീകെ ചെയ്യാത്ത n റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ഉണ്ടെന്ന് വിചാരിക്കാം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഡി എൻ ദാറ്റ് ഡിക്കേ ഇൻ ടൈം ഇൻ്റർവെൽ ഡി ടി എന്ന് പറയുന്നത്, അതായത് ഡി ടി ടൈം ഇൻ്റർവെല്ലിൽ ഡിക്കേ ചെയ്യുന്ന നമ്പർ ഓഫ് അൺഡിക്കേഡ് ന്യൂക്ലിയർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയർ ആൻഡ് ദ പ്രോബബിലിറ്റി lambda dt that each will decay in time interval dt. ലാംഡ ഡി ടി എന്ന് പറയുന്നത് ഓരോ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ ഡീക്കേ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. അങ്ങനെ എത്ര ന്യൂക്ലിയ ഉണ്ട്? എൻ ന്യൂക്ലിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റാണ് എന്ത്? ഡി ടി ടൈം ഇൻ്റർവെല്ലിൽ ഡീക്കേ ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ഡി എൻ എന്ന് പറയുന്നത്. സോ ഡി എൻ ഈക്വൽ ടു മൈനസ് എൻ ലാംഡ ഡി ടി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി എൻ ഈ എന്നിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഡി എൻ ബൈ എൻ എന്ന് പറയുന്നത് മൈനസ് ലാംഡ ഡി ടി എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഞാൻ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫ്രം ഇൻ സീറോ ടു എൻ. എൻ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈമിൽ ടൈം സീറോ ആവുന്ന സമയത്ത് ഉള്ള നമ്പർ ഓഫ് അൺഡിക്കേഡ് ന്യൂക്ലിയാണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ടൈമിൽ, അതായത് ടൈം ടി ആവുന്ന സമയത്തുള്ള അൺഡിക്കേഡ് ന്യൂക്ലിയാണ്. ഓക്കെ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മൈനസ് ലാംഡ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു. ബാക്കിയുള്ളത് ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം സീറോ ടു ടി. സീറോ ആണ് ഇനീഷ്യൽ ടൈം, ടി എന്നുള്ളത് ഫൈനൽ ടൈം. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോഗ് എൻ വരും. അതിൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് എൽ എൻ എൻ മൈനസ് എൽ എൻ എൻ സീറോ ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനെ നമുക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ളത് ലോഗ് എ ബൈ ബി എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ലോഗ് എൻ ബൈ എൻ സീറോ ഈക്വൽ ടു മൈനസ് ലാംഡ ടി എന്ന് വരും. അതിന് രണ്ട് സൈഡിലെ എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് വരും? എൻ ബൈ എൻ സീറോ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് വരും. ഓക്കെ, അതിനെ നമുക്ക് മാറ്റി എഴുതി റേഡിയോ ആക്റ്റീവ് ഡിക്കേയുടെ ലോ ആയിട്ട് എഴുതാം. എൻ ഈക്വൽ ടു എൻ സീറോ ഇ റേസ് ടു മൈനസ് ലാംഡ ടി. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് അൺഡിക്കേഡ് ന്യൂക്ലിയ അറ്റ് ടൈം ടി ആണ്. ലാംഡ ഡിക്കേ കോൺസ്റ്റൻ്റ് ആണ്. എൻ സീറോ എന്ന് പറഞ്ഞാൽ ടൈം സീറോ ആവുന്ന സമയത്തുള്ള നമ്പർ ഓഫ് അൺഡിക്കേഡ് ന്യൂക്ലിയ ആണ്. ഓക്കെ, ഇനി മീൻ ലൈഫ് ടൈമിനൊരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിളിലുള്ള എല്ലാ ന്യൂക്ലിയയുടെയും ലൈഫ് ടൈമിൻ്റെ ആവറേജ് ആണ് മീൻ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സ്പ്രഷനാണ് 1/λ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് മീൻ ലൈഫ് ടൈമും ഹാഫ് ലൈഫ് ടൈമും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. ബിക്കോസ് ഹാഫ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.693/t½ ആയിരുന്നു. സോറി, ലാംഡ ആയിരുന്നു ഹാഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മീൻ ലൈഫ് ടൈമിനെ സൂചിപ്പിച്ചിരിക്കുന്നത് ടി ബാർ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, സിമ്പൽ കൊണ്ടാണ്. അപ്പോൾ ടി ബാർ ഈക്വൽ ടു 1/λ. ലാംഡ ഇസ് എ ഡിക്കേ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ടി ബാർ എന്നുള്ളത് 1/λ. നമുക്കറിയാം 1/λ എന്ന് പറഞ്ഞാൽ എന്താണ്? T12/0.693 ആണ്. ഓക്കെ, 1/0.693 നമുക്ക് 1.44 എന്ന് എഴുതാം. അപ്പോൾ ടി ബാർ ഈക്വൽ ടു 1.44 T12. ഇതാണ് മീൻ ലൈഫ് ടൈമും ഹാഫ് ലൈഫ് ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് 5 hours ഹാഫ് ലൈഫ് ടൈമുള്ള സാമ്പിളിൻ്റെ ഡികെ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സാമ്പിളിൻ്റെ മീൻ ലൈഫ് ടൈം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ മീൻ ലൈഫ് ടൈം കാണുന്നത്? 1.44 ഇൻറ്റു T12 നമുക്കറിയാം 5 hours ആണ്. 5 hours-നെ നമുക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ സെക്കൻഡ്സിൽ എഴുതാം, പക്ഷേ അവറിൽ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഡികെ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ്സിലായിട്ട് നിർബന്ധമായിട്ടും മാറ്റണം. അപ്പോൾ ഇവിടെ മാറ്റി എഴുതുന്ന സമയത്ത് ആവറേജ് ലൈഫ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്ര വരും? 7.20 hours ആയിട്ട് വരും. ഓക്കെ, അടുത്തതായി നമുക്ക് അറിയാം ആക്ടിവിറ്റി എന്ന് പറയുന്നത് R ഈക്വൽ ടു -dN/dt ആയിരുന്നു. അപ്പം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക്
റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ, അതായത് n = n0 e⁻λt എന്നുള്ളത് നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, ആറിൻ്റെ ടേംസിലേക്ക് വീണ്ടും ഒന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? നമ്മളിവിടെ ഡെറിവേറ്റീവ് എടുക്കുക ഫസ്റ്റ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് dn/dt എന്ന് വരും. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് n0 e⁻λt ഇൻറ്റു മൈനസ് ലാംഡ എന്ന് വരും അല്ലേ. അപ്പോൾ n0 e⁻λtക്ക് പകരം n തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ നമുക്ക് ചുരുക്കി എഴുതുന്ന സമയത്ത് എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ dn/dt ഉണ്ടായിരുന്നു, അതിന് പകരം r എന്ന് കൊടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാംഡ n0 λt എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ മൈനസ് എവിടെ അബ്സോർബ് ചെയ്തു? ഈ dn/dtയുടെ കൂടെ അബ്സോർബ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോം വരും. n0 e⁻λtക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് r = λn എന്ന് വരും. ഓക്കെ.